Watch full episodes on Jio Hotstar. റെഡിയല്ലേ വരുൺ? ഞാൻ റെഡിയാ. അടിപൊളി കളി. അങ്ങനെ തന്നെ മേലെ മേലെ പോട്ടെ, മുകളിലേക്ക് പോട്ടെ. വരൂ കുട്ടികളെ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. പട്ടം പിന്നെയും പറപ്പിക്കാം, ആഹാരം കഴിക്ക. ഈ പട്ടം ഇപ്പൊ ആരും എടുത്തോണ്ട് പോകാൻ പോകുന്നില്ല. രംഗില, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് പട്ടമാണ്, പക്ഷെ ഇതിൽ നൂലില്ല. നൂലില്ലാതെയാണ് ഞാൻ ഈ പട്ടം പറത്തുന്നത്. പക്ഷെ ശരിക്കും സാധാരണ പട്ടം പറത്തുന്ന രീതിയിലാണ് ഉള്ളത്. നീ എന്താ ഈ പറയുന്നത് രുദ്ര? നൂലില്ലാതെ പട്ടമോ? എന്നാ പിന്നെ ഞാനും അതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. എടാ, ഇത് എവിടെ പോയി? നൂലില്ലാത്ത പട്ടം പറപ്പിക്കുന്നത് നൂലില്ലാത്ത കാറ്റാടി. കിട്ടിപ്പോയി. ചിങ്ലി, രുദ്രയെ പോലെ നൂലില്ലാത്ത പട്ടം നീയും പറപ്പിച്ചോ? ഞാൻ മന്ത്രം വായിച്ച ആ പട്ടം ഇപ്പൊ പറത്താം. നീ ഇപ്പൊ കണ്ടോ എന്റെ നൂലില്ലാത്ത പട്ടം എങ്ങനെ പറക്കാൻ പോകുന്നെന്ന്? ശരി, ഓക്കെ. അക്കട് പക്കട് ബംബേ ബോ, നൂലില്ലാത്ത പട്ടം പറക്കട്ടെ. ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ഞാൻ ഒരിക്കലും ഇങ്ങനെ വരുമെന്ന് കരുതിയതല്ല. പട്ടം പോലെ ഞാൻ പറക്കാണിപ്പോ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എല്ലാവരും എന്തിനാ ചിരിക്കുന്നത്? എന്നെ ഒന്ന് താഴെ ഇറക്കി വിട. ഞാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. നൂലില്ലാതെ പട്ടം പറപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. താഴെ ഇറക്കി വിടാൻ എനിക്കറിയില്ല. പറക്കാനുള്ള മന്ത്രം അത് നീയല്ലേ പറഞ്ഞത്? അപ്പൊ താഴെ ഇറങ്ങാനുള്ള മന്ത്രം നീ തന്നെ പറയാ. അല്ല, അതിപ്പോ ഞാൻ എങ്ങനെയാ പറയാ? എന്റെ ടാബ് താഴെ കിടക്കുന്നത്. നിങ്ങളുടെ കളിയെല്ലാം കഴിഞ്ഞോ? അല്ല, ഇതെന്താ? കുട്ടികളെ, നിങ്ങൾ ഇവിടെ എന്തെടുക്കുക? മുത്തശ്ശ, ഞങ്ങൾ നൂലില്ലാതെ മാജിക്കൽ പട്ടം പറത്തുകയായിരുന്നു. രംഗിലയുടെ കാര്യം എനിക്കറിയില്ല. രംഗീല, നീ മാജിക്കിന്റെ ഇമ്പോർട്ടൻസ് എപ്പോഴാണ് മനസ്സിലാക്കാൻ പോകുന്നത്? ഓരോ പ്രാവശ്യം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു മാജിക് പഠിപ്പിച്ചു തരാൻ പോവുക. ആ മാജിക് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ സ്ഥലത്ത് പോലും പതുങ്ങിയിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. എപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങളുടെ സൈസ് തന്നെ ചെറുതാക്കി മാറ്റി എവിടെയെങ്കിലും സുരക്ഷിതമായി പതുങ്ങിയിരിക്കാം. അടിപൊളി മുത്തശ്ശ, ശരിക്കും എക്സൈറ്റിംഗ് തന്നെയാ. ഒന്ന് വേഗം പറയോ? പറഞ്ഞു തരാം മോളെ, ഒന്ന് സമാധാനിക്ക്. ഇപ്പോൾ ഞാൻ ആ മന്ത്രം പറയാൻ പോവുകയാണ്. ഞാൻ പറയുന്ന മന്ത്രം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അതേപോലെ ഫോക്കസ് ചെയ്യൂ. ഇബായിസ്ക സിബായിസ്ക ഷിംഗു. നീ ആരാ? നീ ഇവിടെ എന്തെടുക്കുക? അല്ല മുത്തശ്ശ, നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ അതാരാ? രുദ്ര, ഞാനാണ് നിന്റെ അപ്പൂപ്പൻ. അവൻ എന്നെ പോലെ വേഷമിട്ട് വന്നിരിക്കുക. രുദ്ര, നിങ്ങൾ എല്ലാവരും ഒന്ന് മാറി നിൽക്ക്. ഞാൻ ഇപ്പോൾ തന്നെ ഇവന്റെ മുഖം മൂടി കീറിക്കളയാം. അതേ കുട്ടികളെ, ഒന്ന് മാറി നിൽക്ക്. എന്റെ സ്വരൂപം ഇവൻ എങ്ങനെ പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ കാണട്ടെ. അവന്റെ മുഖം മൂടി ഞാൻ കീറിത്തരാം. എന്തൊക്കെയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ ഇതിനു മുമ്പ് ഇവിടെ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ ഉണ്ടല്ലോ. നിന്നെ കണ്ടിട്ട് എനിക്ക് നല്ല പരിചയം തോന്നുന്നു. പക്ഷെ എവിടെ വെച്ചാ നമ്മൾ കണ്ടത്? ഇതിപ്പോ വല്ലാത്ത
പ്രശ്നമായല്ലോ. ആ എലി ചിമ്മിനിക്കകത്ത് പോയല്ലോ. എലിയെ പിടിക്കുന്നതൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണ്. ഞാനിപ്പോ തന്നെ അതിനെ പിടിച്ച് കൊണ്ടുവന്നേക്കാന്നേ. ചേട്ടാ, എന്താ ഇതൊക്കെ? എന്റെ കൈയും കാലൊക്കെ നല്ല വേദനയുണ്ട്. ഞാൻ ആ എലിയെ വെറുതെ വിടില്ല. ഒരു മിനിറ്റ് നിക്കറെങ്കിലോ ഒന്ന് തിരിഞ്ഞു നിക്ക്. ആ കിച്ചണിലെ ചിമ്നി മാജിക് കൊണ്ടല്ലേ കത്തുന്ന മുത്തശ്ശ. അതില് പുകയും കരിയും വരാൻ ചാൻസ് ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ രംഗില കരിഞ്ഞു പോയത്? ഓ നീ വളരെ ഷാർപ്പാണ്. നീ വളരെ ബ്രില്യന്റ് ആണ്. നീ ആരായാലും ശരി, ഞാൻ നിന്നെ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നീ ആരാണെന്ന് സ്വയം പറഞ്ഞേര്, ഇല്ലെങ്കിൽ നിനക്ക് പനിഷ്മെന്റ് തരേണ്ടി വരും. നിങ്ങൾ എന്റെ കാര്യം മറന്നുപോയി ഗുരുജി. പക്ഷെ കമീലെ എന്നെ എല്ലാം ഓർമ്മയുണ്ട്. എന്നെ കോളേജിൽ നിന്നും അടിച്ചു പുറത്താക്കിയത് നിങ്ങളല്ലേ? ഞാൻ അതേ മജീഷ്യൻ തന്നെയാണ്. കമേലിയനോ? ആ, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നീ അവനല്ലേ? ക്ലാസ്സിലുള്ള കുട്ടികളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നതല്ലേ നിന്റെ ജോലി? കോളേജിൽ വരുന്നതിന് പ്രശ്നമുണ്ടാക്കാനായിരുന്നില്ലേ? ഇത്രയും കാലം നീ എവിടെയായിരുന്നു? ഇപ്പോഴും നീ പഴയതുപോലെ തന്നെയാണോ, അതോ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ മാറിക്കഴിഞ്ഞു ഗുരുജി. ഞാൻ ബുദ്ധിമാനായിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു പെർഫെക്റ്റ് മജീഷ്യനായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ വിചാരിച്ചാൽ ആരുടെ രൂപം വേണമെങ്കിലും എടുക്കാൻ പറ്റും. കമേലിയൻ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതവും നശിപ്പിക്കുവാൻ വന്നിരിക്കുകയാണ്. ഗുരുജി, ഞാൻ വീണ്ടും തിരിച്ചു വരും. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളെ ടാർഗറ്റ് ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അടുത്ത പ്രാവശ്യം ഈ ചെക്കനെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതാണ്. കുട്ടികളെ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ. പക്ഷെ മുത്തശ്ശ, കമേലിയൻ അവിടെ തന്നെ നിൽക്കൂ. അവനിപ്പോ എങ്ങോട്ടാ പോയത്? കമേലിയൻ, ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വാ. ഗുരുജി, ഇനി ജന്മം മുഴുവൻ പ്രയത്നിച്ചാലും ഈ മേഘങ്ങളിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾക്ക് പറ്റില്ല. എന്ത്? എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കൂ. ആ കെമിലിയൻ നമ്മുടെ മുത്തശ്ശനെ എവിടെ തടവിലാക്കിയിരിക്കുകയാണ്. അവൻ നമ്മളെയും വെറുതെ വിടില്ല. അവൻ ഏത് രൂപത്തിലും ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അല്പം സൂക്ഷിക്കണം. ആ കെമിലിയന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഐഡിയ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പാസ്വേഡ് റെഡിയാക്കി വെക്കാം. നമ്മൾ തമ്മിൽ ആർക്കെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അപ്പോൾ ആ പാസ്വേഡ് പറഞ്ഞ് ചെക്ക് ചെയ്യേണ്ടതാണ്. പാസ്വേഡ് എന്താന്ന് വെച്ചാൽ മുത്തശ്ശൻ കൊച്ചുപ്രായത്തിൽ എനിക്ക് താലാട്ട് പാടി തരുമായിരുന്നു. ഒരു പക്ഷെ ഞാൻ ലോറി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയണം ആക്രി മാക്രി. മനസ്സിലായോ? ഓഹോ, എല്ലാരും വരൂ, ടിഫിൻ കഴിക്കൂ. ആ കെമിലിയൻ കാരണം രാവിലെ മുതൽ ആരും ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഞാൻ ഇന്നലെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ ഞാൻ എന്റെ ഒരു അടിപൊളി സ്റ്റാച്ചു ഉണ്ടാക്കി. അതിന് ഞാൻ ബോട്ടിലിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. കാണിക്കട്ടെ? കാണിക്ക്. നീ ആ കാര്യം പറഞ്ഞതേയില്ലല്ലോ. എപ്പോഴാ അത് ഉണ്ടാക്കിയത്? നീ ശരിക്കും നല്ലൊരു ശില്പം ഉണ്ടാക്കിയിരിക്കുന്നേ. റിയൽ പോലെ തന്നെയുണ്ട്.
ഓക്കേ, അപ്പൊ ഞാൻ നിങ്ങളെയും കൂടി അങ്ങനെ ചെയ്യട്ടെ. രുദ്ര, ഞാൻ നിന്റെ ശില്പവും ഉണ്ടാക്കാം. 2 മിനിറ്റ് മതി എനിക്ക്. ശരി ശരി ചെയ്തോ. പക്ഷെ നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്തില്ലേ, അത് ആദ്യം ചെയ്യാം. ഇതിനു മുമ്പ് നീ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. സോറി വരുൺ, നിന്നെ കാണുമ്പോ എനിക്ക് സംശയം തോന്നുന്നു. അതുകൊണ്ട് നീ നമ്മുടെ പാസ്വേഡ് പറഞ്ഞേ പറ്റൂ. എന്താ രുദ്ര ഇങ്ങനെ? കുറച്ച് സമയത്തിന് മുമ്പല്ലേ നീ ആ പാസ്വേഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഞാൻ ഇപ്പൊ തന്നെ പറയാം. ലോറി. ഇപ്പൊ നിങ്ങളൊക്കെ പറയൂ, ആക്രി മാക്രി. വെരി ഗുഡ് വരുൺ. ഈ ബൈസ്കാ സിബൈസ്കാ ഇലക്ട്രിക്കോ. Watch India's largest kids library only on Geo Hotstar. Download the app now.